വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മായ ഉദയകുമാർ. നമ്മളിന്ന് നോക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഇക്കണോമിക്സ് പോർഷനിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതുമേഖലാ ബാങ്ക് ലയനങ്ങളുടെ കാര്യത്തിൽ ഏതാണ് ശരി? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓപ്ഷൻ 1 എന്തായിരുന്നു? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും 1/4/2019 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും 1/4/2019 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അലഹബാദ് ബാങ്കും ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം ബാങ്ക് ലയനം പഠിക്കണം അല്ലേ? 2019-ലും 2020-ലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. 2019-ലും 2020-ലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2019-ൽ ഏതൊക്കെ ബാങ്കുകളാണ് ലയിച്ചത്? 2019-ൽ വിജയ ബാങ്കും ദേന ബാങ്കും ലയിച്ചത് ബാങ്ക് ഓഫ് ബറോഡയിലാണ്. 2019-ല് വിജയ ബാങ്കും ദേന ബാങ്കും ലയിച്ചത് ഏതിലാണ്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. 2019-ലെ ബാങ്ക് ലയനം വിജയ, ദേന, ബറോഡ. അപ്പോൾ നമുക്ക് പഠിക്കാം, ഒരു കോഡ് വെച്ച് പഠിക്കാം. വിജയ ദേ ബറോഡ. വിജയന് അങ്ങനെ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയ ദേ ബറോഡ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. 2019-ലെ ബാങ്ക് ലയനം ഏതാണ്? വിജയ ബാങ്കും ദേന ബാങ്കും ലയിച്ചത് ഏതിലാണ്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും 2019 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു എന്ന് പറഞ്ഞു. ഭാരതീയ മഹിളാ ബാങ്കാണോ ലയിച്ചിരിക്കുന്നത്? അല്ല, ദേന ബാങ്കാണ് ലയിച്ചിരിക്കുന്നത്. ദേന ബാങ്കാണ് ലയിച്ചിരിക്കുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? 2017-ൽ ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2017-ൽ ലയിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2019-ൽ വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും 1/4/2019 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. 2019-ൽ ഏതൊക്കെ ബാങ്കുകളാണ് ലയിച്ചത്? വിജയ ബാങ്കും ദേന ബാങ്കുമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചത്. ഇനി 2020-ലെ ബാങ്ക് ലയനങ്ങൾ നോക്കാം. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഏത് ബാങ്കിൽ ലയിച്ചു എന്നാണ് പറയുന്നത്? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. 2020 ഏപ്രിൽ 1-ന് നടന്ന ബാങ്ക് ലയനങ്ങളിൽ പ്രധാനമാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഏതിൽ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് ഏതിലാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. ഓർത്തു വെക്കണം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലയിച്ചു. അപ്പോൾ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്ത ലയനം എന്താണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കാനറ ബാങ്കിലാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? കാനറ ബാങ്കിലാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് അങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? കാനറ ബാങ്കിലാണ്. ദെൻ അലഹബാദ് ബാങ്ക് ലയിച്ചത് അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലാണ്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു അലയടി നമ്മുടെ മനസ്സിലുണ്ട് എന്നങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അലയടി അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലഹബാദ് അലയടി ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? കാനറ ബാങ്കിലാണ്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും
യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. 2020 ലയനങ്ങളിൽ 3 പഠിച്ചു. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഏതിൽ ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് ഏതിൽ ലയിച്ചു? കാനറ ബാങ്കിൽ ലയിച്ചു. അലഹബാദ് ബാങ്ക് ഏതിൽ ലയിച്ചു? ഇന്ത്യൻ ബാങ്കിൽ. അടുത്തതായിരുന്നു ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചതിലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മൊത്തം 10 ബാങ്കുകളാണ് 2020 ലയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 3 ലയനം കഴിഞ്ഞു. ഇനി സിൻഡിക്കേറ്റ് ബാങ്ക്, കാനറ ബാങ്കിൽ, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ബാങ്കിൽ 7 ബാങ്കുകൾ ലയിച്ചു. അടുത്ത 3 ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്ക് ഇതിൽ ലയിച്ചു, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. അപ്പോൾ 2020 ബാങ്ക് ലയനങ്ങളായി. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണല്ലേ? അപ്പോൾ 1ാമത്തെ ശരിയാണ്, 3ാമത്തെ ശരിയാണ്. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് നമ്മൾ പഠിച്ചതാണല്ലേ. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് ഏതിൽ ലയിച്ചേ? കാനറ ബാങ്കിൽ. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യയിലാണോ ലയിച്ചത്? അലഹബാദ് ബാങ്ക്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കറക്റ്റ് ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന അലഹബാദ് ബാങ്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കറക്റ്റ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ 1, 3 മാത്രം എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ലയിച്ചത്? 2019 ബാങ്ക് ലയനം ഏതൊക്കെയാണ്? 2019 വിജയ ബാങ്കും ദേന ബാങ്കും ഏതിൽ ലയിച്ചു? ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. 2020 ബാങ്ക് ലയനങ്ങൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ദെൻ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്ക് ഏതിൽ ലയിച്ചു? ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു. ഇതൊക്കെയാണ് 2020 ബാങ്ക് ലയനങ്ങൾ. നമ്മുടെ ആൻസർ 1, 3 മാത്രം. LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. PSCയുടെ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ്. കാറ്റഗറി നമ്പർ 587/2023 ആണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ. ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീജിയണൽ റൂറൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി സ്ഥാപിതമായ ബാങ്ക്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1975 സ്ഥാപിതമായി. തേർഡ് സ്റ്റേറ്റ്മെന്റ് ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്കായി വായ്പ നൽകുന്നു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ? ഏതു വർഷമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഫോം ചെയ്തത്? 1975 സെപ്റ്റംബർ 26 പാസ്സാക്കപ്പെട്ട ഒരു ഓർഡിനൻസിൻ്റെയും 1976 RRB ആക്ടിൻ്റെയും ഫലമായിട്ടാണ് ഇന്ത്യയിൽ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായത്. 1975 സെപ്റ്റംബർ 26 പാസ്സാക്കപ്പെട്ട ഒരു ഓർഡിനൻസിൻ്റെയും 76 RRB ആക്ടിൻ്റെയും ഫലമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഇന്ത്യയിൽ സ്ഥാപിതമായത്. ആദ്യമായിട്ട് RRB സ്ഥാപിക്കപ്പെട്ടത് 75 ഒക്ടോബർ 2 ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. ഗ്രാമീണ വായ്പ സംബന്ധിച്ച നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 5 പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ 75 ഒക്ടോബർ 2 സ്ഥാപിക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഗ്രാമീണ വായ്പ സംബന്ധിച്ച നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1975 ഒക്ടോബർ 2 5 പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പേ തന്നെ 5 ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് മൊറാദാബാദ്, ഗോരഖ്പൂർ, രണ്ടും UP-യിലാണ്. ഗോരഖ്പൂർ UP, ഭിവാനി ഹരിയാന, മാൽഡ വെസ്റ്റ് ബംഗാൾ, ജയ്പൂർ രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് 1975 ഒക്ടോബർ 2 5 പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത്. 75 ഒക്ടോബർ 2 മൊറാദാബാദ്, ഗോരഖ്പൂർ, ഭിവാനി, മാൽഡ, ജയ്പൂർ എന്നിവിടങ്ങളിൽ 5 പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മൊറാദാബാദിൽ സ്ഥാപിക്കപ്പെട്ട പ്രഥമ ബാങ്കാണ്. പ്രഥമ ബാങ്ക് മൊറാദാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്ക്.
അപ്പം ഇത്തരം പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെയും സഹകരണം വേണം. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലും അതോടൊപ്പം ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇത്തരം റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കുന്ന പൊതുമേഖലാ ബാങ്കുകൾ അറിയപ്പെടുന്ന പേരാണ് സ്പോൺസർ ബാങ്ക്. ഓരോ റീജിയണൽ റൂറൽ ബാങ്ക്സിനും സ്പോൺസർ ബാങ്കിന് 35% ഷെയറാണുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിന് 15% ഷെയറാണുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിന് 50% ഷെയറാണുള്ളത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1975 5 ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു. അതിൽ ആദ്യത്തെ ഏതാണ്? പ്രഥം ബാങ്ക്, മൊറാദാബാദ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ സ്പോൺസർ ബാങ്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യത്തെ ബാങ്കിനുള്ള സ്പോൺസർ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു. മൊറാദാബാദിലുള്ള പ്രാദേശിക ഗ്രാമീണ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് ഏതായിരുന്നു? സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു. ഇത്തരം ബാങ്കുകൾ ലക്ഷ്യം വെക്കുന്നത് വളരെ സാധാരണക്കാരായ ജനങ്ങളെയാണ്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. 1997 പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ടാർഗറ്റ് ഗ്രൂപ്പിന് പുറത്തേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാമെന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ എയിം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഏത് വർഷമാണ് വന്നത്? 1975. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നോക്കാം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സ്ഥാപിതമായ ബാങ്കാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അത് ശരിയാണല്ലേ. ഏത് വർഷം സ്ഥാപിതമായി? 1975 സ്ഥാപിതമായി. ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകുവാനാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻ 1, 2, 3 ശരിയാണ്. ഇപ്പോൾ LDC നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും പഠനം ഉഷാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ മിഷൻ LDC 2024 ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് LDC എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് മസ്റ്റായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സ്പെഷ്യൽ ടാസ്ക് ഫോർ കറണ്ട് അഫയേഴ്സ്. ഓരോ എക്സാമിനും കറണ്ട് അഫയേഴ്സ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിനുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് തന്നെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കിയിട്ടുണ്ട്. SCERT NCERT ഫോക്കസ്, ഡെയിലി വർക്കൗട്ട് ഫോർ മാത്സ് ആൻഡ് ഇംഗ്ലീഷ്, മോഡൽ എക്സാംസ് ആൻഡ് ടോപ്പിക് റിവിഷൻസ്, റാങ്ക് ലിസ്റ്റ് ഇവാലുവേഷൻ. ഇതൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈകാതെ തന്നെ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.